സി ആർ നീലകണ്ഠൻ, ഇവിടെ നമ്മൾ ഇവിടെ ഈ പറഞ്ഞ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഹോം കോടതിയിലേക്ക് സ്ഥലം മാറ്റുകയാണ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അന്വേഷണ വിധേയമായി നമ്മൾ സ്ഥലം മാറ്റുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക പോലെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി കോടതിക്ക് അത്ര പരിചയമില്ലാത്തൊരു എംബറാസ്മെൻ്റ് അതിൽ ഈ നടപടികളൊക്കെ കാണാം. പോട്ടെ, നമ്മൾ നേരത്തെയും കേൾക്കുന്നതാണ് ഇതൊക്കെ. സി ആർ ഇബ്ദ സൊറാബ്ദീൻ ഷേഖ് ഏറ്റുമുട്ടൽ കൊലയുടെ കേസ് കേട്ട CBI ജഡ്ജി BH ലോയയുടെ ദുരൂഹമരണ കേസ് പൊടുന്നനെ അരുൺ മിശ്രയുടെ ബെഞ്ചിലേക്ക് പോകുന്നു. 4 ജഡ്ജിമാരുടെ അസാധാരണ വാർത്താ സമ്മേളനം കണ്ടതാണ് രാജ്യം. ഡെമോക്രസി ഈസ് ഇൻ ഡേഞ്ചർ എന്നവർ പരസ്യമായി പറഞ്ഞതടക്കം കേട്ടതാണ്. ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ പിടിമുറുക്കലിനൊപ്പം അഴിമതിയുടെ ആരോപണങ്ങൾ പല രൂപത്തിൽ മുൻ ചീഫ് ജസ്റ്റിസുമാരടക്കം പലരും പറഞ്ഞു കേട്ടതുമാണ്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഇതിപ്പോൾ എല്ലാ നിയമങ്ങളും ലംഘിക്കുന്നതല്ലേ? ഒരു മുതിർന്ന ന്യായാധിപൻ്റെ വീട്ടിൽ നിന്നും 15-18 കോടിയോളം നോട്ടുകെട്ടുകൾ കണ്ടെത്തുന്നു. ആദ്യ മണിക്കൂറിൽ ഇത് പുറത്തേക്ക് അറിയുന്നില്ല, പത്രത്തിൽ വാർത്തയാകുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ ഉണ്ടാകുന്ന എംബറാസ്മെന്റ് രാജ്യത്തിൻ്റെ നീതിന്യായ മേഖലയ്ക്ക് മേൽ ഉണ്ടാക്കുന്ന ആഘാതം എത്രമേൽ വലുതാണ്? CR നീലകണ്ഠൻ, എത്രമേൽ വലുതാണെന്ന് വെച്ചാൽ അത് പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ സാമാന്യ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ 3 തൂണുകൾ, 4ാമത്തെ തൂണ് മാധ്യമങ്ങളാണ്. 3 തൂണുകളിൽ ഏറ്റവും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടത് ആണ് ജുഡീഷ്യറി എന്നാണ് ഡോക്ടർ അംബേദ്കർ അടക്കം തയ്യാറാക്കിയ ഭരണഘടനയിൽ പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിൽ നിന്ന് ഇൻഡിപെൻഡൻറ്റ് മാത്രമല്ല, സ്വാധീനങ്ങളിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. സ്വാധീനങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സ്വാധീനങ്ങളുണ്ട്. നേരത്തെ പല കേസുകളുടെ ഉദാഹരണങ്ങൾ അഡ്വക്കേറ്റ് അഭിലാഷ് പറഞ്ഞു. പലതരത്തിലുള്ള സ്വാധീനങ്ങൾ. പണത്തിൻ്റെ ആണല്ലോ ഏറ്റവും വലിയ സ്വാധീനം ഒരു രാജ്യത്ത് ഉണ്ടാവുക. ഇവിടെ പണത്തിൻ്റെ സ്വാധീനത്തിന് വ്യക്തമായി അടിമപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്രയധികം ശേഖരമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതൊരു കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞു 30% ന്യായാധിപന്മാർ അഴിമതിക്കാരാണെന്ന് പറഞ്ഞു. 30% എന്നുള്ളത് അന്ന് നമ്മൾ കണ്ടസ്റ്റ് ചെയ്തിരുന്നു. 30 50 അതോ അതിൽ കൂടുതലാണോ എന്നറിയില്ല. അതോ തിരിച്ച് 70% അഴിമതിയും ഒക്കെ ആണോ എന്നറിയില്ല. ഞാനതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടെ പ്രശ്നം എന്താ? എങ്ങനെയാണ് ഈ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ ഇത്രയധികം പണം വന്നത് എന്ന അന്വേഷണം FIR ഇടണം, അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് MR അഭിലാഷിനോടുള്ള ഒരു വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുമ്പോൾ അയാൾക്കെതിരെ FIR ഇട്ട കേസ് എത്രത്തോളം പോകും എന്ന കാര്യം നമ്മളൊന്ന് ആലോചിക്കണം. ഏത് കോടതിയിലെ ജഡ്ജിയാണെങ്കിലും. അപ്പോൾ അയാളെ സ്വന്തം നാടായ അലഹാബാദ് നല്ല രസമുള്ള കോടതിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ് അലഹാബാദ് ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്. ഗംഭീരമായൊരു വിധിയാണ് ഉണ്ടായത്. റേപ്പ് അറ്റംപ്റ്റിനെ കുറിച്ചുള്ള അതിവിചിത്രമായൊരു വിധിയുള്ള ജഡ്ജിമാരുള്ള സ്ഥലത്തൊക്കെയാണ് ഈ മാന്യനെ അങ്ങോട്ട് മാറ്റുന്നത്. അപ്പോൾ പ്രശ്നം ഇയാളെ ജുഡീഷ്യൽ ചുമതലയിൽ നിന്ന് തൽക്കാലം മാറ്റിയെന്ന് പറയുന്നു. നല്ല കാര്യം, അത്രയും നല്ലത്. ഇപ്പോൾ അന്വേഷണം ഏതറ്റം വരെ പോകും? നേരത്തെ ഒരു ജഡ്ജിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് അന്വേഷിച്ചു, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. എന്നിട്ടോ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. അതോടുകൂടി ആ പരിപാടി അവസാനിച്ചു. പിന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ജുഡീഷ്യറിയിൽ എക്സ്റ്റേണിയസ് ആയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഏജൻസികൾ പണം കൊണ്ടായാലും മറ്റ് സ്വാധീനം കൊണ്ടായാലും രാഷ്ട്രീയം കൊണ്ടായാലും അധികാരം കൊണ്ടായാലും ഉണ്ട് എന്ന് തന്നെയാണ് ആ സംഭവം കാണിക്കുന്നത്. അതിവിടെ വരാമോ? അതിവിടെ വരില്ല എന്ന് ഉറപ്പാക്കേണ്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും സുപ്രീം കോടതിയുടെയും ഈ ഫ്രറ്റർണിറ്റിയുടെയും ആവശ്യമാണ്. അതെങ്ങനെ കൊണ്ടുവരാൻ കഴിയും? അത് കൊണ്ടുവരണമെങ്കിൽ ഇദ്ദേഹം രാജിവെക്കുകയോ ഇയാളെ പുറത്താക്കുകയോ വേണം. ഇംപീച്ച് ചെയ്യണം. ഇംപീച്ച് ചെയ്യുക എന്നത് ഇന്ത്യൻ പാർലമെൻറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് എക്സിക്യൂട്ടീവിൻ്റെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ ഇനി പിന്നെ ഞാൻ അതിലും വലിയ അപകടത്തിലാവും. ഇങ്ങനെ അഴിമതിക്കാരെ പുറത്താക്കാൻ നിന്നാൽ എക്സിക്യൂട്ടീവിൽ എത്ര പേരുണ്ടാവും എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റ് അടിയന്തരമായി ഈ ജഡ്ജിക്കെതിരെ നടപടിയെടുക്കണം. കാരണം ചീഫ് ജസ്റ്റിസിൻ്റെ അന്വേഷണം ഇനി എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. ഇയാളെ ചുമതലയിൽ നിന്ന് മാറ്റി ഒരു 6 മാസം കഴിഞ്ഞാൽ ഞാനും ഹാഷ്മിയും ഈ ഫയർ എഞ്ചിൻകാർ പോലും ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് പോലും മറന്നുപോകും. നേരത്തെ അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോഴുള്ള ഫയർ എഞ്ചിൻകാർ മുതൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ വരെ പോരാടി മരണം വരിച്ചതിൻ്റെ ഫലമാണ് ഈ ഭരണഘടന, ഈ സ്വാതന്ത്ര്യം, ഈ പരമാധികാരം. അതൊക്കെ കുറച്ച് ജഡ്ജിമാർക്ക് വിലയ്ക്ക് വാങ്ങാനും വിൽക്കാനും കഴിയുന്നതാണെങ്കിൽ ബിമൽ മിത്രയുടെ നോവലിൽ പറയുന്നത് പോലെ എന്തും വിലയ്ക്ക് വാങ്ങാം എന്നൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഭീതിതമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ സാധാരണ മനുഷ്യനുള്ള വിശ്വാസം പൂർണ്ണമായി തകർക്കുന്നു.